ആരാവും എൻ്റെ ഈശ്വര അത്? ഇനി എൻ്റെ തോന്നലാകുമോ? അവൾ കയ്യിലേക്ക് നോട്ടം തെറ്റിച്ചു. ആ നിമിഷം ഒരു ഞെട്ടലോടെ അവൾ കണ്ടു ആരോ തൻ്റെ കയ്യിൽ ശക്തിയിൽ കെട്ടിയതിൻ്റെ പാടുകൾ. വൈശാലിയുടെ ചെന്നൈയിലൂടെ വിയർപ്പ് കണങ്ങൾ ചാലിട്ടൊഴുകി. അവ അവളുടെ കഴുത്തിലൂടെ ഒഴുകി. പെട്ടെന്ന് ഉമ്മറത്ത് ആരോ തന്നെ പേരെടുത്ത് വിളിക്കുന്നത് കേട്ടതും ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൾ അവിടേക്ക് പോയി. പുറത്താരോ പുറം തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആരാ? അവൾ ചോദിച്ചതും അയാൾ അവൾക്ക് നേരെ തിരിഞ്ഞു. ഒരു നിമിഷം വൈശാലിക്ക് മുന്നിൽ ആദി വന്ന് നിൽക്കുന്നത് പോലെ തോന്നി. ഹായ് മോളെ, ഞാൻ അഭിറാം, ആദിയുടെ പപ്പയാണ്. മോൾ ഓക്കെ ആണെങ്കിൽ എനിക്കൊന്ന് കുറച്ചു നേരം സംസാരിക്കണം. ഒരേ നിമിഷം അവളുടെ കണ്ണിൽ ബഹുമാനവും കൗതുകവും നിറഞ്ഞു. വരുമെങ്കിൽ അകത്തിരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കാം. റാം അടുത്ത് കണ്ടൊരു പടിയിൽ സ്ഥാനം പിടിച്ചു. മോളെ, ആദി വെറും ഒരു പാവമാണ്. പുറത്ത് കാണുന്ന ദേഷ്യം മാത്രമേ അവനുള്ളൂ. ഒരിക്കലൊരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു അവൻ. എൻ്റെ സീതയുടെ ഫ്രണ്ടിൻ്റെ മകളായിരുന്നു. പക്ഷെ അവൾ അവനെ സ്വീകരിച്ചില്ല. മറ്റാരോടും അവൾക്ക് ഇഷ്ടം തോന്നി. ഒരു ദിവസം ആരോടും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. അവൾ റിജക്റ്റ് ചെയ്തപ്പോൾ അവനൊക്കെയും വിട്ടെന്നാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും കരുതിയത്. എന്നാൽ ആദ്യ ആ ദിവസം സ്വയം മറന്നു കുടിച്ചു. ഈ എൻ്റെ കാൽമുട്ടിൽ മുഖം പൂഴ്ത്തി വെളുക്കുന്നത് വരെ കരഞ്ഞു. അന്ന് അവൻ എന്നോടൊന്നേ പറഞ്ഞുള്ളൂ, ഒക്കെ അവൻ്റെ തെറ്റാണെന്ന്. അവൻ അവൻ്റെ സ്നേഹം നേരത്തെ തുറന്നു പറഞ്ഞതുകൊണ്ടാണെന്ന്. മോളുടെ കാര്യം വന്നപ്പോൾ സത്യത്തിൽ അവന് പേടിയായിരുന്നു. ഇനിയും ഒറ്റപ്പെടുമെന്നുള്ള പേടി. അതാ ഒന്നും ഒളിപ്പിക്കാതെ മോളുടെ അടുത്ത് പറഞ്ഞത്. അതിനു മുന്നേ അവൻ ഒക്കെ എന്നോട് സീതയോടും പറഞ്ഞിരുന്നു. അതൊക്കെ പോട്ടെ, മോൾക്ക് അവനെ ഇഷ്ടപ്പെട്ടൂടെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അവനൊരു അവസരം കൊടുത്തൂടെ? ഇപ്പോഴത്തെ ചീപ്പ് മരം ചുറ്റി പ്രേമത്തിന് അവന് തീരെ താല്പര്യമില്ല. മോൾക്ക് ഇഷ്ടമാണെങ്കിൽ നാലാളറിയ മോളുടെ കഴുത്തിൽ അവൻ താലി ചാർത്തും. ഒന്നിനൊരു കുറവും അവൻ മോൾക്ക് വരുത്തില്ല. അത് ഞാൻ തരുന്ന വാക്കാണ്. റാം അവളോട് പറഞ്ഞു തീർത്തു. അങ്കിൾ, അവൾ വാക്കുകൾക്ക് വേണ്ടി പരതി. വേണ്ട, മോളിപ്പോൾ ഒന്നും പറയണ്ട. നാളെ എന്നെ എൻ്റെ മോനെയും വിശ്വാസം ഉണ്ടെങ്കിൽ മോൾക്ക് ദീക്ഷിത് പാലസിലേക്ക് വരാം. അവിടെ അവനോടൊക്കെ മോൾക്ക് തുറന്നു പറയാം. നിന്നെ ഒന്നിനും ഞാൻ നിർബന്ധിക്കില്ല. റാം പോകാനായി ഇറങ്ങി. അങ്കിൾ, ചായ കുടിച്ചിട്ട് പോകാം. വേണ്ട മോളെ, സമയമില്ല. ഇപ്പോൾ ഇത്ര റിസ്ക് എടുത്ത് വന്നത് എൻ്റെ ആദിക്ക് വേണ്ടി മാത്രമാണ്. അവൾ റാമിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. തിരികെ അവനും. പോകും വഴി റാം ആലോചിച്ചിരുന്നു, തൻ്റെ മകൻ ഇവളോളം യോജിച്ച മറ്റാരും ഇല്ലെന്നു. വൈശാലി വീണ്ടും ചിന്തയിലാണ്ടു. ഇനിയും താൻ എന്തിനാദ്യേട്ടനോടൊക്കെ മറച്ചു വെക്കണം? പറയണം ഒക്കെയും. എല്ലാം കേട്ടിട്ടും ഈ ഭാരം തലയിലെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ശക്തമായി അവളുടെ മനസ്സിലൊക്കെയും മൂട്ടി ഉറപ്പിച്ചുകൊണ്ട് പുലരിയെ വരവേൽക്കാൻ കാത്തിരുന്നു. പിറ്റേന്ന് മുത്തശ്ശനോട് യാത്ര പറഞ്ഞ് വൈശാലി ഇറങ്ങി. ദീക്ഷിത് പാലസിൻ്റെ മുന്നിൽ ഇറങ്ങുമ്പോൾ ഒന്നേ അവൾക്ക് തോന്നിയിരുന്നുള്ളൂ, തന്നേക്കാൾ സുന്ദരിമാരെയും തൻ്റെ 1000 മടങ്ങ് മുന്നിൽ നിൽക്കാൻ കഴിവുള്ള പെണ്ണിനെയും ആദിക്ക് കിട്ടുമെന്ന്. അവൾ ആ വീടിൻ്റെ പടവുകൾ കയറി. അപ്പോഴേക്കും തന്നെ കാത്തെന്നോണം റാം ഹാളിലിരിക്കുന്നത് അവൾ കണ്ടു. വൈശാലിയെ കണ്ടതും റാം എണീറ്റു. സീതമ്മേ, ദേ ആരാ വന്നതെന്ന് നോക്കിയേ. റാം സീതയെ പാളി നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. മുകളിൽ നിന്നും സീത കണ്ടിരുന്നു വൈശാലിയെ. സീത ഒരു പുഞ്ചിരി തൂകിക്കൊണ്ട് അവളുടെ അടുത്ത് വന്നു. ശേഷം വൈശാലിയുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. ആദ്യമായായിരുന്നു ഇത്രയേറെ വാത്സല്യത്തോടെ അവളെ ഒരാൾ സ്നേഹത്തോടെ ചുംബിക്കുന്നത്. ആ നിമിഷം അവളുടെ മരിച്ചുപോയ അമ്മ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി അവൾക്ക്. മോള് വാ. സീത അവളെ കരം ഗ്രഹിച്ചുകൊണ്ട് സെറ്റിയിലിരുത്തി. ഒപ്പം സീതയും ഇരുന്നു. അവളോട് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് സീതയിരുന്നു. ഇതിനിടയിൽ അവർക്ക് രണ്ടാൾക്കും ഇടയിൽ ഒരു മനോഹരമായ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വൈശാലിക്ക് കഴിഞ്ഞു. ആദിയേട്ടൻ? അവളൊരു സംശയത്തോടെ ചോദിച്ചതും സീത ഒന്ന് പുഞ്ചിരി തൂകി. മുകളിലെ മുറിയിലുണ്ട്, മോൾ പോയി കണ്ടോ. രണ്ടാളും തുറന്നു പറയാനുള്ളത് മുഴുവൻ തുറന്നു പറയണം. മോളെ റാം വന്ന് കണ്ടതൊന്നും ആദ്യം അറിഞ്ഞിട്ടുകൂടിയില്ല. മോൾ വരുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അറിയിക്കാൻ മുതിർന്നതുമില്ല. അവളൊന്ന് മൂളി കേട്ടുകൊണ്ട് എണീറ്റു. പതി അവൾ മുകളിലെ പടവുകൾ ഓരോന്നായി കയറാൻ തുടങ്ങി. അവൻ്റെ മുറിയുടെ വാതിൽ ചെറുതായി അവൾ തുറന്നു. അവൾ അകത്തേക്ക് കയറി. അപ്പോഴേക്കും വൈശാലി കണ്ടു ഒരു പൂച്ചക്കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ ഉറങ്ങുന്ന ആദിയെ. കഴിഞ്ഞ രാത്രിയിൽ അവൻ അളവിലധികം മദ്യം കുടിച്ചു എന്നതിന് തെളിവായിരുന്നു തറയിൽ ചിതറി കിടന്നിരുന്ന കുപ്പിച്ചില്ലുകളും മുഴുവൻ വലിച്ചുവാരി ഇട്ടിരിക്കുന്നത് പോലെ ആകെ നാശമായി കിടന്നിരുന്ന മുറിയും. ആദി കിടന്ന ബെഡിനരികിൽ അവൾ തൻ്റെ സ്ഥാനം പിടിച്ചു. അവൻ്റെ മനോഹരമായി ഒതുക്കി വെച്ചിരുന്ന താടിയിൽ അവൾ തൻ്റെ കവിളുകൾ ചേർത്തു. ഒരു മൂളലോടെ ആദി ഒന്ന് അനങ്ങി. അവൻ പോലും അറിയാതെ അവളുടെ നനുത്ത ആദരങ്ങൾ കൊണ്ട് അവൻ്റെ കവളിൽ അവൾ മൃദുവായി ചുംബനം അർപ്പിച്ചു.
ആ നിമിഷം അവനിലെ താടി രോമങ്ങൾ അവളുടെ അധരങ്ങളെ കുത്തി ഇക്കിളി കൂട്ടി. കുറച്ചു നേരം അവനോട് അവൾ ചേർന്നിരുന്നു. അവനെ ഉണർത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. പതിയെ അവനിൽ നിന്നും അവൾ അകന്നു മാറി. അടഞ്ഞു കിടന്ന ജനാലവാതിൽ അവൾ തുറന്നിട്ടു. അതിലെ ജനൽ കമ്പികളിൽ അവൾ കൈകൾ ചേർത്തു. ഒരു നിമിഷം വൈശാലിയുടെ കവിളിൽ ഒരു ചുടുനിശ്വാസം തെന്നിമാറി. ആദിയേട്ടൻ, അവളുടെ അധരങ്ങൾ മന്ത്രിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ശക്തി പോലും അവളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. അവളെ പിറകിൽ നിന്നും അവൻ ചേർത്ത് പിടിച്ചു. അവൻ്റെ മുഖം അവൻ അവളുടെ തോളിൽ അമർത്തി. എന്തേ, ഈ അസുരനെ സ്നേഹിക്കാനുള്ള ചങ്കൂറ്റം വന്നു തുടങ്ങിയോ? ഒരു പുഞ്ചിരിയോടെ വൈശാലി അവന് നേരെ തിരിഞ്ഞു. ഇന്ന് വൈശാലി എല്ലാം ആദിയേട്ടനോട് തുറന്നു പറയും. അത് കേട്ടിട്ട് എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ സ്നേഹിച്ചോ. ഒരുതരം നിർവികാര്യതയോടെ വൈശാലി അവനെ നോക്കി പറഞ്ഞു. അവളിൽ നിന്നും വരുന്ന വാക്കുകൾ കേൾക്കാൻ അവൻ കാതോർത്തു. ആദിയേട്ടാ, ഏട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഏട്ടൻ സ്നേഹിക്കുന്നത് വൈശാലി എന്ന പെണ്ണിനെ മാത്രമാണ്, അവളിലെ അമ്മയെ അല്ല. വൈഷു? അവനൊന്നും മനസ്സിലാവാതെ അവളെ നോക്കി. അതേ ഏട്ടാ, എനിക്കൊരു മകളുണ്ട്. പക്ഷേ ഞാൻ പ്രസവിച്ച മോളല്ല, എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞ്. ഏട്ടനൊരു കുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. എനിക്ക് മാത്രമേ ഇത് അറിയാമായിരുന്നുള്ളൂ. മുത്തശ്ശൻ പണ്ടത്തെ ആളാ. ഒരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട കുട്ടിയെ അദ്ദേഹം സ്വീകരിക്കില്ല എന്ന് എനിക്കും ഏട്ടനും അറിയാമായിരുന്നു. അങ്ങനെയാ ഏട്ടത്തിയെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് വിവാഹം ചെയ്തത്. അതിനിടയിലാണ് അഞ്ജനയുടെ പ്രശ്നങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞിട്ടാണ് ഏട്ടൻ അവളുടെ പരാതി എഴുതിയത്. പിന്നെ അവർ രണ്ടുപേരും ജീവനോടെ എനിക്ക് മുന്നിൽ വന്നില്ല. പകുതി ജീവനോടെ ഏട്ടൻ മരിക്കാൻ നേരം പൂർത്തിയാക്കാത്തൊരു പേരുണ്ടായിരുന്നു, ജാൻവി, ഏട്ടൻ്റെ ഭാര്യ. ആ കണ്ണുകളിൽ ഉണ്ടായിരുന്ന എന്നോടുള്ള യാചന, ഏട്ടത്തിയെ നോക്കണമെന്ന യാചന. ഏട്ടൻ്റെ മരണം ആരും അറിഞ്ഞില്ലെങ്കിലും സ്വന്തം ഭാര്യ അറിയണമല്ലോ. അങ്ങനെ ഏട്ടത്തിയെ കാണാൻ ഞാൻ പോയത്. പക്ഷേ അവിടെ ഏട്ടനെ കാത്തു നിൽക്കുമായിരുന്നു പാവം. എന്തിനാണെന്നോ, ഏട്ടൻ്റെ ഏട്ടത്തിയുടെ സ്നേഹത്തിൻ്റെ ഒരു അർത്ഥം രൂപപ്പെട്ടു. എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞ് ഏട്ടത്തിയുടെ ഉള്ളിൽ ജീവൻ പ്രാപിച്ചു. പറയാൻ ചെന്നത് ഞാൻ പിന്നെ പറഞ്ഞില്ല. മാസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഒടുവിൽ എൻ്റെ എല്ലാ കള്ളത്തരവും ഏട്ടത്തിയുടെ മുന്നിൽ അഴിഞ്ഞു വീണു. എൻ്റെ ഏട്ടൻ മരിച്ചു എന്ന് ഏട്ടത്തിയോട് ഞാൻ പറഞ്ഞു. ആ നിമിഷം മുതൽ ഏട്ടത്തി മറ്റൊരാളായി മാറി. ഏട്ടൻ്റെ മരണം ഏട്ടത്തി ഒരു ഭ്രാന്തിയാക്കി മാറ്റി. ഒരു കുഞ്ഞിന് ജന്മം നൽകി ഏട്ടത്തി പോയി ഏട്ടൻ്റെ അടുത്ത്. ഇനി മരിയ മോള്, എൻ്റെ ഏട്ടൻ്റെ മോൾ, അവൾക്ക് ഞാനേ ഉള്ളൂ. ഏട്ടൻ്റെ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഏട്ടൻ്റെ മരണവും എനിക്ക് മുത്തശ്ശനോട് പറയേണ്ടി വരും. അതോടെ മുത്തശ്ശനും എന്നെ വിട്ടിട്ട് പോകും. എൻ്റെ മരണം വരെ ഒരു കുറവും വരുത്താതെ ഞാൻ അവളെ നോക്കും. ഇനി ആദ്യേട്ടൻ പറ, ഈ ദരിദ്രവാസി പെണ്ണിനെ വേണോ എൻ്റെ ഏട്ടന്? അവളുടെ നിറഞ്ഞ മിഴികളിലായിരുന്നു ആദിയുടെ കണ്ണുകൾ. അവനിൽ നിന്നും മറുപടി കിട്ടാതായപ്പോൾ അവൾ പറഞ്ഞു, ഏതൊരാണിൻ്റെ ആഗ്രഹമാണ് ആദിയേട്ടാ കെട്ടുന്ന പെണ്ണ് സ്വന്തം കുഞ്ഞിനെ മാത്രം സ്നേഹിക്കണമെന്ന്. പക്ഷേ എനിക്കതിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആരെയും വിവാഹം കഴിക്കില്ലെന്ന്. അവൾ അവനോട് പറഞ്ഞിട്ട് പോകാൻ തിരിഞ്ഞതും പെട്ടെന്ന് ആദി അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അവൾ മുഖം പൂഴ്ത്തി നിന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ നീ മാത്രമല്ല വൈഷു, മരിയ മോളും കാണും നമ്മുടെ കുഞ്ഞായിട്ട്. അവളിൽ നിന്ന് ഏങ്ങലുകൾ ഉയർന്നു കേട്ടു. അവളെ കൂടുതൽ അവൻ വരിഞ്ഞു മുറുകി. പതിയെ അവളുടെ കൈകളും അവനെ പുണർന്നു. അവളുടെ മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ പിന്നിലേക്ക് മാടി ഒതുക്കി അവളുടെ കാതോരെ അവൻ പറഞ്ഞു, ഐ ലവ് യു വൈഷു. അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി അവൻ അവളിലേക്ക് നോട്ടം തെറ്റിച്ചു. ഇനി പറ, ഇത്രയും കാലം നിനക്കായി ഞാൻ കാത്തു നിന്നു, ഇനി പറ്റില്ല. എൻ്റെ മുഖത്ത് നോക്കി പറ. എന്ത്? അവൾ ചുണ്ടുകൾ ചുളുക്കി ചോദിച്ചു. എന്നെ ഇഷ്ടാന്ന് പറ, ഞാൻ കേൾക്കട്ടെ. പറയണോ? ആ വേണം. എന്നാലേ ഞാൻ പറയൂല. അവൾ അവനിൽ നിന്നും അകന്ന് ഓടാൻ നോക്കിയതും ആദ്യം അവളുടെ വയറിൽ ഒരു കൈ കൊണ്ട് തടസ്സം സൃഷ്ടിച്ചു. മറു കൈ കൊണ്ട് അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി. വൈശാലിയുടെ മുഖത്തേക്ക് പ്രണയാദ്രമായി അവൻ നോക്കി. ആദിയുടെ നോട്ടം താങ്ങാൻ കഴിയാതെ നാണത്താൽ അവൾ മുഖം കുനിച്ചു. അവൻ്റെ കണ്ണുകൾക്ക് അത്രമേൽ ശക്തിയായിരുന്നു. അവൻ്റെ പുഞ്ചിരി അത്രയേറെ വശ്യമായിരുന്നു. അവളുടെ കണ്ണുകൾ അവൻ്റെ മാറിലെ രോമങ്ങളിൽ തങ്ങി നിന്നു. ആദ്യം അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു. അവളുടെ നെറ്റിയിൽ അവൻ അധരങ്ങൾ ചേർത്തു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ നിന്നും പതിയെ ഇടഞ്ഞു അവളുടെ നാസിക തുമ്പിലെത്തി. പതിയെ അവൻ അവളുടെ നാസിക തുമ്പിൽ ചുംബനം അർപ്പിച്ചു. ഒടുവിൽ അവളുടെ അഴകേറിയ അധരങ്ങളിലേക്ക് അവൻ ചുണ്ടുകൾ കൊണ്ടുപോയതും അവനെ പിടിച്ച് തള്ളി മാറ്റി വൈശാലി ഓടി. പോടാ കള്ളത്തെമ്മാടി, അവൾ അവനെ നോക്കി വിളിച്ചു. ഡീ. അവൻ്റെ മീശ പിരിച്ച് ആദി വിളിച്ചതും അവൾ ഇറങ്ങി ഓടി. മതി വൈഷു, ഇത്ര മതി. ഇനി നീ എൻ്റെ മാത്രമായിരിക്കും.
ഒരാൾക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല, അവനൊരു ചിരിയോടെ പറഞ്ഞു. വൈശാലി ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ സീതയ്ക്ക് ആശ്വാസമായി. എല്ലാം ഓക്കെ ആയല്ലോ അല്ലേ? സീത അവളെ നോക്കി കണ്ണുറുക്കി ചോദിച്ചു. ചെറിയ ചമ്മലോടെ വൈശാലി തലയാട്ടി. അപ്പോൾ ഒരുങ്ങി നിന്നോ, ഒരു ദിവസം ഞങ്ങൾ വരും എൻ്റെ മോന് വേണ്ടി ചോദിക്കാൻ. വൈശാലിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴേക്കും സീത അവളുടെ നെറുകയിൽ തലോടി. എൻ്റെ മോൾ തന്നെയാ നീ, ഒന്നിനും ഇനി നീ കരയരുത് കേട്ടോ. പിന്നെയും കുറച്ചു നേരം കൂടി അവൾ സീതയ്ക്കൊപ്പം നിന്നു. ഒടുവിൽ അവൾ പറഞ്ഞു, ശരി ആൻറ്റി, പോകുക. ആൻറ്റി അല്ല, അമ്മ, അല്ലെങ്കിൽ മമ്മ, അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. ഒരു നേരത്തെ ചിരിയാലെ സീത പറഞ്ഞു. വൈശാലിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ അമ്മയെ തിരികെ കിട്ടുന്നത് പോലെ തോന്നി. ശരി അമ്മേ, പോയിട്ട് വരാം, അവൾ പറഞ്ഞു. ഉമ്മറത്ത് റാമുണ്ടായിരുന്നു. ഇറങ്ങാൻ നേരം അവൾ പറഞ്ഞു, അപ്പാ ഞാൻ പോകുക. റാമിൻ്റെ മിഴികളിൽ അത്ഭുതം. അവൻ അവളെ ചേർത്ത് നിർത്തി. അവളുടെ മൂർത്താവിൽ അമർത്തി ചുംബിച്ചു. പോയിട്ട് വേഗം എൻ്റെ മോൻ്റെ പെണ്ണായിട്ട് വരണം. അവൾ അതിനൊരു മൂളൽ മാത്രം നൽകി. അപ്പോഴേക്ക് ആദ്യം അവിടെ എത്തി. എങ്കിൽ പോകാം, അവൻ വൈശാലിയോട് പറഞ്ഞു. എവിടെ? പുറകിൽ നിന്ന് സീത കണ്ണുകൾ ഉരുട്ടി അവനെ നോക്കി. അത് ഇവളെ വീട്ടിൽ കൊണ്ടാക്കാൻ? വേണ്ട, അവൾ ഒറ്റയ്ക്ക് പൊക്കോളും അല്ലേ മോളെ? സീത ചിരി അടക്കിക്കൊണ്ട് പറഞ്ഞു. ആ അമ്മ, ഞാൻ പൊക്കോളാം. ആദ്യം അവളെ നോക്കി പല്ല് ഞെരിച്ചു. വൈശാലി വെളുക്കനെ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ആദ്യ റാമിൻ്റെ മുഖത്ത് നോക്കി കണ്ണുകൾ കാണിച്ചു. സീത, അവർ പോയിട്ട് വരട്ടെ, നീ ഇങ്ങ് പോര്. അപ്പോഴേക്കും ആദ്യ റാമിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഇനിയെങ്കിലും എൻ്റെ മോനാണെന്ന് നീ തെളിയിക്കണം. ചുമ്മാ കരഞ്ഞു പിഴിഞ്ഞ് നടക്കാനാണെങ്കിൽ ഇടിച്ച് ഞാൻ ചമ്മന്തിയാക്കും, റാം ആദിയുടെ ചെവിയിൽ പറഞ്ഞു. ഡാഡിയെ ഞാൻ കടത്തി വെട്ടും. അവൻ നേരെ ബുള്ളറ്റിൽ കയറിയിരുന്നു. വൈശാലിയെ പോകാൻ കണ്ണുകൾ കൊണ്ട് സീത പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് അവനൊപ്പം ഇരുന്നു. ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ രാജകീയ തലയെടുപ്പോടെ അവൻ്റെ ബുള്ളറ്റ് നിരത്തിലിറങ്ങി. വൈശാലി പതിയെ അവൻ്റെ തോളിൽ ചാഞ്ഞുകൊണ്ട് വയറിലൂടെ വട്ടം പിടിച്ചു. ഐ ലവ് യു ആദിയേട്ടാ. അവളുടെ പ്രണയാർദ്രമായ മുഖം ആദ്യ മിററിലൂടെ കണ്ടു. അവളുടെ കയ്യിൽ അവൻ മൃദുവായി ചുംബനം അർപ്പിച്ചു. അവൾ ഒന്നുകൂടി ആദിയോട് ചേർന്നിരുന്നു. ലവ് യു ടു വൈശു. അവൻ്റെ ബുള്ളറ്റ് ആശ്രയ കോൺവെൻറ്റിന് മുന്നിൽ വന്നു നിന്നു. വൈശാലി ഒരു സംശയത്തോടെ അവനെ നോക്കി. വാ വൈശു, നമുക്ക് മോളെ കാണണ്ടേ? ആദിയേട്ടാ, വാടി ഉണ്ടക്കണ്ണി. അവളുടെ കവളിൽ പിച്ചിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറി. അവൻ്റെ പിന്നാലെ ഒരു ശില പോലെ വൈശാലി ചെന്നു. അപ്പോഴേക്ക് ആദിയുടെ കയ്യിൽ 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞു മാലാക സ്ഥാനം പിടിച്ചിരുന്നു. മരിയ മോള്. വൈശാലി വിശ്വാസം വരാത്തതുപോലെ അവനെ നോക്കി. എടി, ഒന്നില്ലെങ്കിലും ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ? എനിക്ക് നിന്നെക്കുറിച്ച് അറിയണമെന്ന് തോന്നിയാൽ മുഴുവൻ ഞാൻ അറിഞ്ഞിരിക്കും. പക്ഷേ ഇവൾ നിൻ്റെ പ്രിയപ്പെട്ട ആരുടെയോ കുഞ്ഞാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ഇപ്പോഴേ ഇവൾ നിനക്ക് ആരാണെന്ന് ഉറപ്പിച്ചത്. ആദ്യേട്ടാ, ഞാൻ എൻ്റെ പൊന്നു വൈശു, ഇനിയും കണ്ണീർ സീരിയലിലെ നായിക ആവാതെ വരാൻ നോക്ക്. അവൻ മദറിനോട് എന്തോ പറഞ്ഞിട്ട് മോളുമായി പുറത്തേക്കിറങ്ങി. വൈശാലി അവൻ്റെ ഒപ്പം നടന്നു. ഒന്ന് വേഗം വന്നേ വൈശു, നമുക്ക് മോളുമായി ഒന്ന് കറങ്ങിയിട്ട് വരാം. അവളുടെ കയ്യിൽ അവൻ മോളെ കൊടുത്തു. വൈശാലി ഒരു കൈകൊണ്ട് കുഞ്ഞിനെ എടുത്ത് മറു കൈകൊണ്ട് ആദിയെ പിടിച്ചു നിർത്തി. ഇത്രയേറെ ഭാഗ്യമുണ്ടോ ആദ്യേട്ടാ എനിക്ക്? നിൻ്റെ ഈ മനസ്സ് തന്നെയാ വൈശു എനിക്ക് വേണ്ടത്. ഒരു പക്ഷേ ഇത് നിൻ്റെ സ്വന്തം കുഞ്ഞായിരുന്നെങ്കിൽ പോലും നിന്നെ ഞാൻ വിട്ടുകളയില്ലായിരുന്നു. അത്രമേൽ അസുരൻ്റെ മനസ്സിൽ നീ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇനി ഒരാൾക്കും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്ന വാശിയിൽ അവൾ മറുപടി പറയാതെ അവനിലേക്ക് ചേർന്നു. അവൻ്റെ മനസ്സ് ഇനിയും വേദനിപ്പിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. മോളുടെ കൂടെ രണ്ടാളും ഒരുപാട് സമയം ചിലവഴിച്ചു. അവളെ കോൺവെൻറ്റിലാക്കി തിരികെ പോന്നു. അവനിൽ നിന്നും അടർന്നു മാറാൻ ഇഷ്ടപ്പെടാതെ വൈശാലി അവനെ വട്ടം പിടിച്ചിരുന്നു. നേരത്തെ ഒരു നാണത്തോടെ അവൾ അവൻ്റെ തോളിൽ ചുണ്ടുകൾ ചേർത്തു. അതേസമയം ആദിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വൈശാലിയിൽ ഉടലെടുത്ത മാറ്റം ആദിയെ തെല്ലൊന്ന് അതിശയപ്പെടുത്തി. അവരുടെ പ്രണയ സാക്ഷാത്കാരത്തിന് മാറ്റേകാൻ ഒരു നനുത്ത മഴ അവിടെ പെയ്തിറങ്ങി. അല്ലെങ്കിലും പ്രണയത്തിൻ്റെ മറ്റൊരു തലമാണല്ലോ മഴ. പ്രണയത്തിന് മഴയോളം കൂട്ടുകാരൻ മറ്റാരുമില്ല.